ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പുതിയതായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ചെടിയുടെ പോട്ടിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. പുതിയ ഓരോ ചെടികൾ കിട്ടുമ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. നമ്മുടെ ഗാർഡനിൽ ഇല്ലാത്ത മറ്റൊരു ചെടിയും കൂടെ നമ്മുടെ ഗാർഡനിൽ വരുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമാണ് കേട്ടോ എനിക്ക്. ചെടികൾ നട്ടുനനച്ച് വളർത്തുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ പറയട്ടെ, എൻ്റെ പെൻഡാസിൻ്റെ ചെടികൾ നോക്കിയേ, നല്ല ഭംഗിയിൽ പൂവിട്ട് നിൽക്കണത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഒരു ഏകദേശം 5 കളറുകൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ കണ്ടത് വയലറ്റ് ആയിരുന്നു, പിന്നെ ഡാർക്ക് പിങ്ക്, വൈറ്റ്. ഇപ്പോൾ ഇത് നോക്കിയ ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂവാണ്. ഈ ഒരു കളറ് ഞാൻ അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല, എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു അടുത്ത കാലത്താണ് കേട്ടോ ഈ ഒരു ചെടി എനിക്ക് കിട്ടിയത്. പിന്നെ ഇത് പിങ്കിൻ്റെ തന്നെ നല്ല ഡാർക്ക് കളറ്, ഇത് റെഡാണ് കേട്ടോ. അങ്ങനെ ഒരു 5 കളർ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് നശിച്ച് പോവാതെ ഇതിൻ്റെ ചെറിയ പീസുകൾ വേറെ ചെറിയ ചട്ടികളിൽ ഞാൻ വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊരെണ്ണം പൂവിട്ട് നിൽക്കുന്നത് കണ്ടോ, ഇത് വയലറ്റിൻ്റെ ഒരു ചെറിയ ചെടി ഞാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പുതിയ ചെടി കിട്ടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അത് ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ പീസ് ലില്ലിയാണ് കേട്ടോ. പീസ് ലില്ലിയുടെ ഒരു വലിയൊരു ചെടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ചെടി എനിക്ക് കിട്ടിയത് എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ കൊണ്ടു തന്നത്. ബബിയുടെ അനിയത്തിയുടെ വീട്ടിൽ ഇത് കുറേ ഉണ്ടായിരുന്നു ഈ ചെടി. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല വലുപ്പത്തിലുള്ളൊരു ചെടിയാണ്. അതിൻ്റെ കുറച്ച് ഇലകളൊക്കെ അടിയിൽ കേടായതൊക്കെ നിൽക്കുന്നുണ്ട്. ആ കേടായ ഇലകളൊക്കെ മുറിച്ച് കളഞ്ഞ് പുതിയൊരു പോട്ടിലേക്ക് അതിനെ നമുക്ക് വെക്കാം. അപ്പോൾ ഞാനതെല്ലാം മുറിച്ച് കളയുന്നുണ്ട്. പിന്നെ അത് വലിയൊരു ചട്ടിയിലാണ് കേട്ടോ ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വലിപ്പമുള്ളൊരു ചെടിയാണിത്. ചെറിയ ചട്ടിയിൽ വെച്ചാൽ അതിന് വളരാനുള്ളൊരു സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ചട്ടിയിൽ വെക്കണം. വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ അടിയിലുള്ള ഇലകളൊക്കെ മുറിച്ച് കളയുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെയല്ലാതെ ഇത് വെച്ചാൽ ഇത് കാണാൻ ഒട്ടും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുക്കണം, പിന്നെ അതിലേക്കുള്ള പോട്ടി മിക്സും റെഡിയാക്കണം. എൻ്റെ മോൻ ബാക്കിൽ ഇരുന്നിട്ട് ഗെയിം കളിക്കണുണ്ടോ, ഞാൻ വീഡിയോ എടുക്കണ കണ്ടാൽ അപ്പോൾ മൂപ്പര് ഫോൺ എടുക്കും കേട്ടോ. ആ സമയത്ത് ഞാൻ ചീത്ത പറയില്ലല്ലോ, അതാണ് ആളുടെ സൂത്രം. അപ്പോൾ നോക്കിയേ, ഞാനതൊന്ന് വെച്ച് നോക്കിയാണ് എങ്ങനെയുണ്ട്, എത്രത്തോളം പോട്ടി മിക്സ് ഈ ചട്ടിയിൽ നിറയ്ക്കണം എന്നൊക്കെ നോക്കിയതാണ് കേട്ടോ. ഏകദേശം ഈ എന്താ പറയുക, ഈ ഒരു ചട്ടി പോരാതെ വരും, അത്രയും വലുപ്പത്തിലുള്ളൊരു പ്ലാന്റാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കാൻ പോണത് കരിയിലാണ്. കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ CC പ്ലാന്റ് നടുന്നത് കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ ചകിരിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാ ചകിരി യൂസ് ചെയ്യുന്നത്, കരിയിലിട്ട് കൊടുത്താൽ പോരെയെന്ന്. ചട്ടിക്ക് വെയിറ്റ് കുറയാനും പിന്നെ ഈ കരിയില അതിൻ്റെ അടിയിൽ കിടന്ന് ദ്രവിച്ച് ഒരു മണ്ണിനോട് അലിഞ്ഞ് വളമായി തീരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്തുകൂടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല മഴയായിരുന്നേ. അപ്പോൾ കരിയിലൊക്കെ ആകെ എന്താ പറയുക നനഞ്ഞ് കേടായി കിടക്കായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അന്ന് ചകിരി ഉപയോഗിച്ചത്. ഇപ്പോൾ ഇതാ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലൊക്കെ ഉണ്ട്. ഞാനപ്പോൾ ഒരു ചാക്കിൽ മാവിൻ്റെ ഇലകളൊക്കെ വീഴുന്നത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഏതെങ്കിലും ചെടി നടുമ്പോൾ അതിൽ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ആ ഇലയാണ് കേട്ടോ എനിക്കിപ്പോൾ അത് ഉപകാരമായി ശരിക്കും പറഞ്ഞാൽ. പുതിയൊരു ഗെയിമും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആൾ. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യട്ടെന്നൊക്കെയാണ് എന്നോട് വന്ന് ചോദിക്കണത്. അങ്ങനെ ഞാനിതിൽ കരിയിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പരമാവധി ഈ ചട്ടി നിറയുന്ന അത്രയും കരിയിലിട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഈ കരിയില മൊത്തം അടിയിലേക്ക് പോകും. അപ്പോൾ എത്ര കരിയിലിട്ടാലും അത് കാണില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കരിയില മുഴുവനും ഇതിലിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കരിയില നിറയെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ ചട്ടി മാറ്റി വയ്ക്കുമ്പോഴും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാം. കാരണം അധികം വെയിറ്റ് ഉണ്ടാവില്ലല്ലോ. കാലക്രമേണ അത് ഈ ചെടിക്ക് നല്ലൊരു വളമായി തീരുകയും ചെയ്യും. ഈ ചാക്കിലുള്ള കരിയില മുഴുവൻ ഇതിലിട്ടിട്ട് അതിൻ്റെ മേലെ ഈ ചെടി വെച്ച് പിന്നെ മണ്ണിട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പീസ് ലില്ലി നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. മിക്ക ആളുകളും ഈ ഒരു ചെടി ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇപ്പോൾ വളർത്തുന്നുണ്ട്. ആദ്യം എൻ്റെ കയ്യിലും ഒരു പീസ് ലില്ലിയുടെ ചെടി ഉണ്ടായിരുന്നു.
പക്ഷേ എനിക്ക് അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല പീസ് ലില്ലിക്ക് ബ്രൈറ്റ് ലൈറ്റ് അധികം നല്ലതല്ല എന്ന്. നല്ല വെയിലത്താണ് അത് ഇരുന്നിരുന്നത്. ആ ചെടി പെട്ടെന്ന് നാശമായി പോവാണ് ഉണ്ടായത്. ഇപ്പം ഞാൻ അതിൻ്റെ കെയറിങ്ങിനെ കുറിച്ചൊക്കെ ഒരുവിധം മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. പീസ് ലില്ലിക്ക് ഇൻഡയറക്റ്റ് ലൈറ്റാണ് നല്ലത്. ഒരു പാർഷ്യൽ ഷെയ്ഡുള്ള സ്ഥലത്ത് അത് വളർത്തുന്നതാണ് കേട്ടോ ആ ചെടി നല്ല രീതിയിൽ വളരുന്നതിന് നല്ലത്. അപ്പോൾ നമ്മുടെ ചെടി ഞാൻ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിറയെ കരിയിലിട്ട് കൊടുത്തിട്ട് അത് അടിയിലേക്ക് ഒന്ന് അമർത്തി വെച്ച് അതിൻ്റെ മേലെയാണ് കേട്ടോ ചെടി വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മേലെ ഇടാനുള്ള മണ്ണ് ഞാൻ ഈ ചട്ടിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇത് ഫില്ല് ചെയ്യണം. ഇതിലിപ്പോൾ വളങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള സാധാരണ മണ്ണാണ് കേട്ടോ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. പുതിയ ചെടികൾ നടുമ്പോൾ ചട്ടിയിൽ നിറയ്ക്കാനായിട്ട് ഒരു പോട്ടി മിക്സ് ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വളങ്ങളൊക്കെ കൂടി മിക്സായിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആയിരുന്നു കേട്ടോ അതിപ്പോൾ തീർന്നു പോയി. അപ്പോൾ ഇന്ന് ഞാൻ സാധാരണ മണ്ണ് തന്നെയാണ് ഈ ഒരു ചെടി നടാനായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ അലോക്കേഷ്യ ആ ഒരു ഫാമിലിയിലൊക്കെ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ ശരിക്കും ഈ പീസ് ലില്ലി. പീസ് ലില്ലി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ലില്ലിയുടെ ഒരു വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണെന്ന്. ഒരിക്കലും ലില്ലിയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയല്ല ഇത് കേട്ടോ. അരേസിയ ഫാമിലിയിലാണ് പീസ് ലില്ലി വരുന്നത്. ഇതിന് നല്ല വെള്ള നിറത്തിലുള്ള പൂക്കളാണ് കേട്ടോ ഉണ്ടാവുക. അത് യഥാർത്ഥത്തിൽ പൂക്കൾ എന്നല്ല പറയുക, അതിൻ്റെ ദളങ്ങളെ സ്പാത്തുകൾ എന്നാണ് പറയാമെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും നല്ല വൈറ്റ് കളറിലുള്ള പൂക്കൾ വിരിയുന്നത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ചെടീനെ പീസ് ലില്ലി എന്നുള്ള പേര് കിട്ടിയത്. സമാധാനത്തിൻ്റെ പ്രതീകമാണല്ലോ വെള്ള നിറം. നല്ല കടും പച്ച ഇലകൾക്കിടയിൽ ആ വൈറ്റ് കളറിലുള്ള പൂക്കൾ ഈ ചെടിക്കൊരു എലഗൻ്റ് ലുക്ക് കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് മിക്ക ആളുകളും ഇത് വീടിൻ്റെ അകത്തളങ്ങളും ഓഫീസുകളും ഒക്കെ അലങ്കരിക്കാനായിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ കാരണം. പീസ് ലില്ലിയുടെ പൂക്കൾ മാസങ്ങളോളം നല്ല ഭംഗിയായിട്ട് നിൽക്കും. പിന്നെ ഇത് വാടിത്തുടങ്ങുമ്പോൾ നമ്മൾ ആ പൂക്കൾ കട്ട് ചെയ്ത് കളയണം. അടിയിൽ നിന്നുള്ള അതിൻ്റെ തണ്ട് വെച്ച് തന്നെ കട്ട് ചെയ്ത് കളയണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ചെടി വീണ്ടും പൂത്ത് തുടങ്ങുന്നത്. അങ്ങനെ കറക്റ്റായിട്ടൊരു പ്രൂണിങ് ഒക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ ഈ ഒരു പൂവ് കണ്ടോ, ഇത് ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പീസ് ലില്ലി പുതിയ പോട്ടിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ലീവ്സൊക്കെ കണ്ടോ അങ്ങനെ ഇലകൾ ചീന്തിപ്പോയിട്ടൊക്കെ കീറിയ പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും മുറിച്ച് കളയാവുന്നതാണ്. എന്നാലും ഇപ്പോൾ ഞാൻ എന്തായാലും അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല കേട്ടോ. ഈ ചട്ടിയിൽ ഈ ചെടി വേരുറപ്പിച്ച് ഒന്ന് വളർന്ന് തുടങ്ങുമ്പോൾ മൊത്തത്തിലൊന്ന് വെട്ടി ക്ലിയർ ആക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ്, ഒരു ചെടി പോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലെ പുതിയ ചെടികൾ എനിക്ക് കിട്ടുമ്പോൾ അതിൻ്റെ പോട്ടിങ് വീഡിയോയും അതുപോലെ എൻ്റെ ചെടികൾ തന്നെ പുതിയ ചട്ടികളിലേക്ക് ഞാൻ മാറ്റി നടുന്ന വീഡിയോകളും ഇതൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതൊക്കെ കാണുന്നതിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതുപോലെയുള്ള പല വീഡിയോകളും ഞാൻ കാണാറുണ്ട്. എനിക്ക് ഇതുപോലെ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ചെടികളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോകളും ഇഷ്ടമാവുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം.